ഇടുക്കിയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. രാത്രിയിൽ പെയ്ത മഴയിൽ പലയിടങ്ങളിലും മണ്ണിടിഞ്ഞിട്ടുണ്ട്. കട്ടപ്പന കുമളി സംസ്ഥാന പാതയിലും വണ്ണപ്പുറം ചേലച്ചുവട് പാതയിലും ഗതാഗതം ഭാഗികമാണ്. കാലമൊക്കെ മൂടി ഭയങ്കര മഴ. വിവരങ്ങളുമായി ജെയിനിസ് രാജു ചേർന്നു. ജെയിൻ, എവിടെയൊക്കെയാണ് ഈ മണ്ണിടിച്ചിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കുമോ? നിങ്ങൾ ഈ വണ്ടി വന്നാണോ? മോത്തി, വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ചെറിയ മണ്ണിടിച്ചിലുകളാണ്, പക്ഷേ ഗതാഗതം പല സ്ഥലത്തും തടസ്സപ്പെട്ടിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത, അതോടൊപ്പം തന്നെ കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാത, ഇതാണ് പ്രധാനപ്പെട്ട ദേശീയപാതകളുള്ളത്. ആ ദേശീയപാതകളിൽ അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്. രാത്രി ഗതാഗതം നേര്യമംഗലം മുതൽ അടിമാലി വരെ നിരോധിച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് ആ ഗതാഗതം തുറന്നു വിട്ടിരിക്കുന്നത്. പക്ഷേ മഴ ഇങ്ങനെ പെയ്യുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും അവിടെ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. മണ്ണിടിഞ്ഞും അതോടൊപ്പം തന്നെ മരം വീണുമുള്ള അപകടങ്ങൾക്കാണ് സാധ്യതയുള്ളത്. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ 35-ാം മൈൽ മുതൽ കുട്ടിക്കാനം വരെയുള്ള ഭാഗത്ത് അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അവിടെ വലിയ പാറക്കല്ലുകൾ റോഡിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആശങ്ക ജനിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ വശങ്ങൾ ഇടിഞ്ഞു പോകുന്നതടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. മറ്റ് സംസ്ഥാന പാതകളിലും സമാനമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തൊടുപുഴ പുളിയമ്പല സംസ്ഥാന പാതയുണ്ട്. അതോടൊപ്പം തന്നെ ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായി വണ്ണപ്പുറത്ത് നിന്ന് ചേലച്ചോടിന് പോകുന്ന വഴി, ആ വഴിയിൽ വെൺമണി വരെയുള്ള ഭാഗത്ത് ഗതാഗതം തടഞ്ഞിരിക്കുകയാണ്. അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇനി ദിവസങ്ങളെടുക്കും. പകരം മുള്ളരിങ്ങാട് വഴിയാണ് വാഹനങ്ങൾ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ശക്തമായ മഴയാണ് ഇടുക്കിയിൽ. ഇടവിട്ടാണ് ഈ മഴ പെയ്യുന്നത്. തുടർച്ചയായി ഇങ്ങനെ നിന്ന് പെയ്യുന്നില്ല. പകരം ഈ മഴ ഇങ്ങനെ ശക്തിയായി പെയ്ത് പിന്നെ തോരും, പിന്നെ വീണ്ടും ശക്തി പ്രാപിക്കും. അതാണ് ഇപ്പോൾ ജില്ലയിൽ പൊതുവെയുള്ളൊരു സ്ഥിതി എന്ന് പറയുന്നത്. ഡാമുകളിലെയൊക്കെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 118 അടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 2-3 ദിവസം കൊണ്ടാണ് ഡാമിലെ ജലനിരപ്പ് 6 അടി ഉയർന്നത്. ഇതിൽ ചെറിയ ഡാമുകളുടെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇപ്പോൾ മലങ്കര ഡാമാണ്. മലങ്കര ഡാമിലെ ജലനിരപ്പ് ഉയരുകയാണ്. അതിൻ്റെ സംഭരണശേഷിയുടെ ഏതാണ്ട് അടുത്തേക്ക് എത്തിയിരിക്കുന്നു. 80 സെൻറ്റിമീറ്ററോടെ ഉയർന്നു കഴിഞ്ഞാൽ ഡാമിലെ ജലനിരപ്പ് അതിൻ്റെ പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തും. നിലവിൽ 5 ഷട്ടറുകൾ 50 സെൻറ്റിമീറ്ററാണ് ഉയർത്തി വച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തൊടുപുഴയാറിലെ ജലനിരപ്പ് അപകടകരമായ ലെവലിന് അടുത്താണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് ഡാമിലെ ജലനിരപ്പ് വീണ്ടും ഉയരുകയാണ്. അപ്പോൾ കൂടുതൽ വെള്ളം പുറത്തേക്ക് വിടേണ്ടി വരും. ഏതാണ്ട് 1.5 മീറ്റർ വരെ ഘട്ടം ഘട്ടമായി മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാണാം, ഇപ്പോൾ തന്നെ തൊടുപുഴയാറിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. തൊടുപുഴയാറിലെ ജലനിരപ്പ് വളരെ കൂടുതലാണ്. ഇപ്പോൾ തുറന്നിരിക്കുന്നതിൻ്റെ 2 ഇരട്ടി വെള്ളം കൂടിയായിരിക്കും ഇപ്പോൾ ഇനി പുഴയിലേക്ക് ഘട്ടം ഘട്ടമായിട്ടാണെങ്കിലും ഒഴുക്കാൻ പോകുന്നത്. സ്വാഭാവികമായും മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വീടുകളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ളവരെ ജാഗ്രതാ നിർദ്ദേശം ഇതിനകം തന്നെ നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർന്നപ്പോൾ മൂവാറ്റുപുഴയിൽ ഇലാഹിയ കോളനി അടക്കമുള്ള ഭാഗങ്ങളിൽ വെള്ളം കയറിയിരുന്നു. ജനപ്രതിനിധികളുടെ സമ്മർദ്ദമുണ്ട് ഈ മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ നമുക്കൊരു ഡാമിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങളുമുണ്ട്. ഡാമിലെ ജലനിരപ്പ് നമുക്ക് പരമാവധി സംഭരിക്കാൻ കഴിയുന്നതിൽ കൂടുതൽ സംഭരിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഒരുപാട് വെള്ളം സംഭരിച്ചു വയ്ക്കുന്നതും അപകടകരമാണ്. അതുകൊണ്ട് തന്നെ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കേണ്ടതുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറും എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ജലനിരപ്പ് നിയന്ത്രിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് മറ്റൊരു വലിയ അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഇപ്പോൾ ഉയർത്താൻ സാധ്യതയുണ്ട്. ചെറിയ ഡാമുകളായിട്ടുള്ള കല്ലാർകുട്ടി, പാമ്പ്ള, അതോടൊപ്പം തന്നെ കല്ലാറ്, ഈ 3 ഡാമുകൾ ഇതിനകം തന്നെ തുറന്നിരിക്കുകയാണ്. ഇരട്ടയാർ ഡാമിൽ ജലനിരപ്പ് അതിൻ്റെ റെഡ് അലർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഉടൻ തുറക്കാൻ സാധ്യതയുണ്ട്. ചെറിയ ഡാമുകളാണ് ഇതൊക്കെ. വലിയ ഡാമുകളുടെ കാര്യത്തിൽ
നമുക്കിപ്പോൾ ആശങ്കപ്പെടേണ്ടതില്ല. ഇടുക്കി ഡാമിൽ അതിൻ്റെ സംഭരണ ശേഷിയുടെ 50% പോലും വെള്ളമില്ല. അതുകൊണ്ട് കൂടുതൽ വെള്ളം അവിടെ സംഭരിക്കാൻ കഴിയും. വരും ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ തുടർന്നാൽ പോലും ഇടുക്കി ഡാമിൻ്റെ ഷട്ടറുകൾ തൽക്കാലം ഉയർത്തേണ്ടി വരില്ല. ചെറിയ ഡാമുകളുടെ കാര്യത്തിലാണ്. ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങളിൽ ഇതൊക്കെയാണ്. ചെറിയ ഡാമുകളിലൊക്കെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് ആ സംഭരണ ശേഷിയിലേക്ക് എത്തിയാൽ തുറന്നു വിടുന്നതിനെ കുറിച്ച് ആലോചിച്ചേ മതിയാവും. നമുക്കതങ്ങനെ സംഭരണ ശേഷിക്ക് മുകളിലേക്ക് ജലനിരപ്പ് ഉയരുന്നത് കണ്ടു നിൽക്കാൻ ആവില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നത് തന്നെയാണ് കാരണം.